കോവിഡിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വളരെയേറെ ശക്തമായിരുന്നു. കാനഡയും UK-യുമായിരുന്നു യുവാക്കളുടെ പ്രധാന ലക്ഷ്യം. നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് പഠന വിസയിലും മറ്റും വലിയ സ്വപ്നങ്ങളുമായി പറന്നവർ നിരവധി. എന്നാൽ പതിയെ പതിയെ കാനഡയിലെ സാഹചര്യങ്ങൾ മാറുകയും വിദേശ കുടിയേറ്റം വലിയ തോതിൽ കുറയുകയും ചെയ്തു. കുടിയേറ്റ നയത്തിൽ കാനഡ വരുത്തിയ മാറ്റങ്ങളാണ് പ്രധാനമായും തിരിച്ചടിയായി മാറിയത്. വിദ്യാഭ്യാസ വിസ അനുവദിക്കുന്നതുൾപ്പെടെ വലിയ തോതിൽ വെട്ടിക്കുറച്ച കനേഡിയൻ സർക്കാർ PR അനുവദിക്കുന്നതിലും കർശനമായ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കാനഡയിൽ എത്തിയവരും തങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി കണ്ടെത്താനാകാതെ വിഷമിക്കുന്നുണ്ട്. നാട്ടിൽ എഞ്ചിനീയറിംഗ് ജോലിയും ഡോക്ടറുമൊക്കെ ആയിരുന്നവർ കാനഡയിൽ ഡെലിവറി സ്റ്റാഫായും ക്യാബ് ഡ്രൈവറുമൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ നോക്കുന്നത്. കാനഡയിലെ മിസിസാഗയിൽ നിന്നും ടൊറട്ടോറയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ടാക്സി ഓടിച്ചിരുന്ന ഒരു ഡോക്ടറെ കണ്ട അനുഭവം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന മേഘന ശ്രീനിവാസാണ് വീഡിയോയ്ക്ക് മുന്നിൽ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആ ഡോക്ടർ അമേരിക്കൻ സൈന്യത്തിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാനഡയിൽ സ്ഥിരതാമസ PR പദവി നേടിയ അദ്ദേഹം മെഡിക്കൽ ലൈസൻസ് നേടാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ചിലവുകൾക്കായി ടാക്സി ഓടിക്കുന്നത്. ടാക്സി ഓടിച്ച് പ്രതിമാസം $4000 വരുമാനം ലഭിക്കുന്നെങ്കിലും ഒരു ബെഡ്റൂം മാത്രമുള്ള താമസ സ്ഥലത്തിനായി മാസം $3000 നൽകണം. കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയും കൃത്യമായ പദ്ധതികളും വേണം. വിദ്യാഭ്യാസമോ നഗരങ്ങളോ മാത്രം നോക്കാതെ ജീവിത ചെലവും തൊഴിൽ വിപണിയും കരിയർ പടുത്തുയർത്താനുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കണം. ആവശ്യമായ കഴിവുകൾ, പഠിക്കാനുള്ള മനസ്സ്, അധ്വാനിക്കാൻ തയ്യാറെടുപ്പ് എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയൂ. വീഡിയോ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. 35 തൊട്ട് 40 വയസ്സിന് ശേഷമാണ് വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ ഡോക്ടറാണെങ്കിൽ കാനഡയിലേക്ക് വരേണ്ട. വിദേശ മെഡിക്കൽ ബിരുദധാരികൾക്ക് ഇവിടെ റെസിഡൻസിക്ക് യോഗ്യത നേടുന്നത് ഏറെ പ്രയാസമാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. സ്വന്തം കഴിവിനും യോഗ്യതയ്ക്കും ഒത്ത ജോലിക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടിവരും. വിദേശത്ത് നിന്നുള്ള ഡോക്ടർമാർക്ക് ഇവിടെ ജോലി കിട്ടുക തന്നെ ബുദ്ധിമുട്ട് ആണെന്ന് മറ്റൊരു വ്യക്തിയും പറയുന്നു. അതേസമയം ഊബർ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് $3000 വാടകയുള്ള താമസ സ്ഥലം എന്ന ചോദ്യത്തിന് നിർഭാഗ്യവശാൽ താമസം അത്രയും ചെലവേറിയതാണെന്നായിരുന്നു മേഘനയുടെ മറുപടി. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.